ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നമസ്കാരം ഉപേക്ഷിച്ചവർക്ക് ലഭിക്കുന്ന 15 ശിക്ഷകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ദുനിയാവിൽ വെച്ച് 6 ശിക്ഷകളും, മരണഘട്ടത്തിൽ 3 ശിക്ഷകളും, ഖബറിൽ വെച്ച് 3 ശിക്ഷകളും, മഹ്ശറയിൽ വെച്ച് 3 ശിക്ഷകളുമാണ് ലഭിക്കുക. ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന 6 ശിക്ഷകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. അവരുടെ ആയുസ്സിൽ തന്നെ ബറക്കത്തുണ്ടാവില്ല. 2. സജ്ജനങ്ങളുടെ അടയാളം മുഖത്തു നിന്നും മായ്ച്ചു കളയും. 3. എന്തൊക്കെ നന്മ ചെയ്താലും അതിനൊന്നും അല്ലാഹു പ്രതിഫലം കൊടുക്കില്ല. 4. അവരുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. 5. സജ്ജനങ്ങളുടെ ദുആയിൽ അവർക്ക് സ്ഥാനമില്ല. 6. അവരുടെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകില്ല. ഇങ്ങനെ 6 വിപത്തുകളാണ് ദുനിയാവിൽ വെച്ചുണ്ടാവുക. മരണഘട്ടത്തിലാണ് ഇനിയുള്ള 3 എണ്ണം. അവ 1. നിന്ദ്യമായ നിലയിൽ മരണപ്പെടും. 2. വിശന്ന് വലഞ്ഞ നിലയിലുള്ള മരണമായിരിക്കും. 3. ഒരു സമുദ്രജലം മുഴുവൻ ലഭിച്ചാലും മതിയാകാത്ത നിലയിൽ ദാഹിച്ചവശനായുള്ള മരണമായിരിക്കും. ഖബറിൽ വെച്ച് ലഭിക്കുന്ന 3 ശിക്ഷകൾ. 1. വാരിയെല്ലുകൾ കോർക്കും വിധം ഖബർ ഞെരുക്കും. 2. രാപ്പകലില്ലാതെ ഖബർ ആളിക്കത്തും. 3. ശുജാഉൽ അക്രഹ് എന്നു പേരുള്ള ഇടിനാദത്തിൻ്റെ ശബ്ദമുള്ള ഒരു പാമ്പ് ഓരോ വഖഅത്ത് നമസ്കാരത്തിൻ്റെയും ആദ്യം മുതൽ അവസാനം വരെ അയാളെ കൊത്തിക്കൊണ്ടിരിക്കും. മഹ്ശറയിൽ വെച്ച് ലഭിക്കുന്ന 3 ശിക്ഷകൾ. 1. കഠിന വിചാരണയ്ക്ക് അവനെ വിധേയമാക്കും. 2. അല്ലാഹുവിൻ്റെ കോപം അവനിൽ ഉണ്ടാകും. 3. നരകത്തിൽ അവനെ എറിയപ്പെടും. ഇങ്ങനെ 15 ശിക്ഷകളാണ് നമസ്കാരം ഉപേക്ഷിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. നമസ്കാരം എന്നത് നിർബന്ധമാണ്. ഈ നിർബന്ധത്തെ നിഷേധിച്ചവൻ കാഫിറാകുന്നു. അത്തരക്കാരെ മുസ്ലിം എന്ന നിലയിൽ കുളിപ്പിക്കുവാനോ അവനെ മുസ്ലിം ശ്മശാനത്തിൽ മറമാടാനോ പാടില്ല. നമസ്കാരത്തെ പരിഹസിക്കുന്നവൻ മതത്തിൽ നിന്നും പുറത്തു പോകും. ചിലപ്പോൾ അപൂർവം കേൾക്കാം, കുറേ നിസ്കരിച്ചു, ഒന്നും കിട്ടിയില്ല, എന്ത് നിസ്കാരം, വേറെ വല്ലതും ചെയ്തുകൂടെ എന്നൊക്കെ. അല്ലാഹുവിനോട് നന്ദി കാണിക്കാത്ത ഈമാനില്ലാത്തവർക്ക് ഇത് പറയുമ്പോൾ ഇത് കേട്ട് ചിരിക്കാതിരിക്കുക. അല്ലാഹു വന്ദിച്ചതിനെ നിന്ദിച്ചാൽ മുർത്തദ്ദാകും, അതായത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. നമസ്കാരം നിർബന്ധമായ ആൾക്ക് നമസ്കാരം ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവർ ഭക്ഷണം കഴിക്കുക, മലമൂത്ര വിസർജനത്തിന് പോവുക എന്നീ സമയങ്ങൾ ഒഴിച്ചുള്ള സമയങ്ങളിൽ നമസ്കാരം ഖളാ വീട്ടാൻ ചിലവഴിക്കണം. ഈ കൽപ്പന നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് താക്കീത് നൽകുന്നു. ഖളാ ആയ ഫർള് നമസ്കാരങ്ങൾ ഉള്ള ആൾ സുന്നത്തുകൾ ചെയ്യുന്നതിലും മുന്തിക്കേണ്ടത് ഫർള് നമസ്കാരത്തെ ഖളാ വീട്ടുന്നതാണ്. ആസന്നമായ സമയം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആ സമയത്തുള്ള നമസ്കാരം എന്നതാണ്. ആ സമയത്തുള്ള നമസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെട്ട് അതും ഖളാ ആകുമെന്ന് ഭയക്കാത്ത പക്ഷം ഖളാ ആയതിനെ മുൻഗണന കൊടുക്കേണ്ടത്. ഒരു കാരണവുമില്ലാതെ ഒഴിഞ്ഞുപോയ നമസ്കാരത്തെ കാരണത്തോടുകൂടി ഒഴിഞ്ഞുപോയതിനേക്കാൾ മുൻഗണന കൊടുത്ത് നിർവഹിക്കണം. റവാത്തീബ് സുന്നത്ത് നിസ്കാരങ്ങളെ കാരണത്തോടുകൂടി ഖളാ ആയ ഫർള് നമസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കേണ്ടത്. മരണപ്പെട്ട ആൾക്ക് നമസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അയാളുടെ വസിയത്തുണ്ടെങ്കിൽ ആ നമസ്കാരങ്ങളെ അയാൾക്കു വേണ്ടി നമസ്കരിക്കണമെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നു. അതായത് മരണാസന്നതയിൽ കിടക്കുന്ന ഒരാൾ മറ്റൊരാളോട് പറയുന്നു, എനിക്ക് ഇത്ര നമസ്കാരം ഖളാ ഉണ്ട്, എനിക്ക് വേണ്ടി നീ അത് ഖളാ വീട്ടി നമസ്കരിക്കണം എന്ന് ഒരാളോട് പറഞ്ഞാൽ മരിച്ചുപോയ അദ്ദേഹത്തിനു വേണ്ടി വസിയത്ത് ചെയ്ത ആൾ ഖളാ വീട്ടി നമസ്കരിക്കൽ നിർബന്ധമാണ്. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണേ.